ഞാൻ കേരള ഗവൺമെന്റിന്റെ പ്ലാനിംഗ് ബോർഡിന്റെ അംഗമാണ് എന്നത് ഞാനൊരു വശത്ത് മാറ്റിവെച്ച് അത് വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ്. ഒരു പ്രവാസിയുടെ മനസ്സ്. കാരണം നിങ്ങൾ പലരും കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അത്ര സമയം ഞാനും ഏകദേശം കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ്, പല രാജ്യങ്ങളിലൂടെയാണെങ്കിൽ കൂടി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഗവൺമെന്റുകൾ കേരളത്തിലെ ടൂറിസത്തിന് വേണ്ടി ചെയ്തതിന്റെ എത്രയോ മടങ്ങ്, 1000, 10,000 മടങ്ങെങ്കിലും കേരളത്തിൽ ടൂറിസത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് മുഴുവൻ സ്വകാര്യ വ്യക്തികളാണ്. നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കി അറിയാം. കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ, അന്യനാടുകളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ 90% അല്ലെ 99% താമസിക്കുന്നത് അല്ലെങ്കിൽ ഫെസിലിറ്റികൾ ഉപയോഗപ്പെടുത്തുന്നത് ഒന്നും സർക്കാരിൻ്റെതല്ല. 1% താഴെയാണ് സർക്കാരിൻ്റെ ഫെസിലിറ്റികളെ ഉപയോഗിച്ച് അവർ താമസിക്കുകയോ എക്സ്പ്ലോറേഷൻ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത്. ഇനിയും സാധ്യതകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് കേരളത്തിൻ്റെ മാത്രം കാര്യമല്ല, ലോകത്തെവിടെയും ടൂറിസം അങ്ങനെ തന്നെയാണ്. നമ്മൾ ദുബായിൽ നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിരിക്കാം. കാരണം ഇവിടുത്തെ പ്രധാന ടൂറിസം അട്രാക്ഷൻസ് എല്ലാം ഇവിടുത്തെ ടൂറിസം ബോർഡ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയതാവാം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പാർട്ണർഷിപ്പുള്ള സ്ഥാപനങ്ങളായിരിക്കാം നടത്തുന്നത്. പക്ഷെ നിങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ പൊതുസ്ഥലങ്ങൾ സർക്കാരിൻ്റെതാണ് എന്ന് വേണമെങ്കിൽ പറയാം, വെള്ളച്ചാട്ടം സർക്കാരിൻ്റെതാണെന്ന് വേണമെങ്കിൽ ഒരു അർത്ഥത്തിൽ പറയാം, അല്ലെ പൊതുജനങ്ങളുടേതാണെന്ന് പറയാം. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നത് മുതൽ അവരെ യാത്രയാക്കുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും 99% നടത്തുന്നത് ഇന്ന് സംരംഭകരായ സ്വകാര്യ വ്യക്തികളാണ്. അത് 1,00,000 രൂപ മുടക്കാൻ കഴിയുന്ന ഒരാൾക്ക് മുതൽ 10,000 കോടി മുടക്കാൻ കഴിയുന്ന ഒരാൾക്ക് വരെയുള്ള സാധ്യതകളുള്ള ഒരു നാട് തന്നെയാണ് കേരളം. എന്തുകൊണ്ട് അതിന് കേരളം അർഹിക്കുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും കേരളത്തിന്റെ പൈതൃകവും കേരളത്തിന്റെ കലകളും കേരളത്തിന്റെ സംസ്കാരവും കേരളത്തിന്റെ ഭക്ഷ്യവൈവിധ്യവും ഒക്കെ ലോകത്തെ ആകർഷിക്കാൻ തക്കതായിട്ട് കൂടി എന്തുകൊണ്ട് ഇപ്പോഴും നമുക്ക് ലോകത്തെ ഭ്രമിപ്പിക്കാൻ കഴിയുന്ന, അത്ഭുതപ്പെടുത്താൻ കഴിയുന്ന സ്ഥിതിയിലേക്ക്, നമ്മളുടെ സ്വപ്നങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് കേരളത്തിലെ ടൂറിസം വളർന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. നിങ്ങൾക്കൊക്കെ അറിയാം, 70കളിലും 80കളിലും 90കളിലും ഒക്കെ നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ പൊതുസമൂഹത്തിന്റെ, നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ ഒരു ചിന്ത ബഹുഭൂരിപക്ഷം പേരുടെയും ഇത് തന്നെയായിരുന്നു. നിങ്ങൾ പഠിക്കുന്നത് ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടിയാണ്. കേരളത്തിൽ ആ തൊഴിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗൾഫിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോവുക, അതില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ മറ്റ് നഗരങ്ങളിലേക്ക് പോവുക, തൊഴിൽ തേടുക, തൊഴിൽ കണ്ടെത്തുക, തൊഴിൽ നേടുക. തൊഴിലിന് വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചിന്തയായിരുന്നു. നമ്മൾ ഒരിക്കലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഒരു കാരണവശാലും നിങ്ങളൊരു സംരംഭകനാകാൻ പാടില്ല എന്നായിരുന്നു. സംരംഭ സ്വഭാവം, സംരംഭം എന്ന വാക്ക് തന്നെ, സംരംഭകർ എന്ന വാക്ക് തന്നെ അടുത്ത കാലത്ത് രൂപപ്പെട്ടതാണ്. അതിനു മുമ്പ് നമ്മൾ അത്തരം സംരംഭകരെ വിളിച്ചിരുന്ന പേരെന്താണെന്നും നമുക്കറിയാം. കേരള സമൂഹം നമ്മളെ പഠിപ്പിച്ചിരുന്നത് സംരംഭങ്ങൾ തുടങ്ങുന്നവർ, ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സാമൂഹ്യ വിരുദ്ധരാണെന്ന് തന്നെയായിരുന്നു. ഈ പൊതുബോധം നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മളിലേക്ക് എത്തി, നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്ക് എത്തി. എന്നാൽ അന്യനാടുകളിൽ, മറ്റു നാടുകളിൽ, മറ്റു പല സംസ്ഥാനങ്ങളിലും, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും പതിറ്റാണ്ടുകളായി അവരുടെ സംസ്കാരത്തിൽ നമുക്കറിയാം ബിസിനസിന്റെ, സംരംഭകത്വത്തിന്റെ രക്തം തന്നെ അവരുടെ ശരീരത്തിലുണ്ട്. അതിലൂടെ സംഭവിച്ചത് എന്താണ്? ആ സ്റ്റേറ്റില്, ആ ജനസമൂഹത്തില് ഉണ്ടായ വളർച്ച. കേരളം ടൂറിസം മുതലായ ഒരു 4-5 പ്രമുഖ മേഖലകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡെസ്റ്റിനേഷനുകളിലൊന്നായി മാറേണ്ടിയിരുന്നതാണ്. നമ്മളിപ്പോൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം എന്ന്. ഏറ്റവും സാധ്യതകളുള്ള 4-5 മേഖലകൾ കേരളത്തിലുള്ളതിലെ ഏറ്റവും സുപ്രധാനമായ മേഖലയാണ് ടൂറിസം. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ടെക്നോളജിയെ ഏറ്റവും എളുപ്പത്തിൽ സ്വാംശീകരിക്കാൻ കഴിയുന്ന, അതിൽ വൈദഗ്ധ്യം നേടുന്ന വലിയൊരു വിദ്യാർത്ഥി സമൂഹം, യുവജന സമൂഹം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ IT, ഇൻഫർമേഷൻ ടെക്നോളജി, അതിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള സാധ്യതകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും മുതലുള്ള മേഖലകളിൽ ഇവിടെയെല്ലാം കഴിവും കരുത്തും തെളിയിക്കാൻ കഴിയുന്ന
ഒരു യുവ സമൂഹം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൂറിസം, IT, അതുപോലെ മറ്റൊരു മേഖല നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ IT-യിലേക്കോ മെഡിക്കൽ സയൻസിലേക്കോ എഞ്ചിനീയറിംഗിലേക്കോ ഒക്കെ പോയില്ലെങ്കിൽ പോലും അവരിൽ വലിയൊരു ശതമാനവും ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ ആയി പഠിക്കുന്ന ചില വിഷയങ്ങൾ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് വിഷയങ്ങളാവട്ടെ, ഇതിലൊക്കെ മിടുക്കരായി പുറത്തിറങ്ങുന്നു. നിരവധി ആളുകൾ ഡോക്ടറേറ്റ് എടുക്കുന്നു, റിസർച്ച് ചെയ്യുന്നു. അപ്പോ ലോകത്തെ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നത് അവരുടെ അധ്യാപക സമൂഹം മലയാളികളായിരുന്ന ഒരു കാലമുണ്ട്. ഉത്തരേന്ത്യയിലെ പല സ്റ്റേറ്റുകളിലേക്കും ഒപ്പം നമുക്കറിയാം ഈ ഗൾഫ് നാടുകളിലേക്ക് പോലും 60കളിലും 70കളിലും ഈ UAE പഠിപ്പിച്ച അധ്യാപകരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഷെയ്ഖുമാരെ വരെ പഠിപ്പിച്ച ആളുകൾ പലരും മലയാളി സമൂഹമായിരുന്നു. ആഫ്രിക്കൻ നാടുകളിലേക്ക്, എത്യോപ്യയിലേക്ക്, നൈജീരിയയിലേക്ക് ഒക്കെ നമ്മൾ അധ്യാപകരെ കയറ്റി അയച്ചിരുന്നു. നമുക്കിപ്പോഴും അധ്യാപനത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആരെയും പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരം കളയുന്നവരല്ല മലയാളികൾ. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ അധ്യാപകരായി മാറാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബായി, വിദ്യാഭ്യാസത്തിന്റെ ഒരു കേന്ദ്രമായി കേരളം മാറാൻ കഴിയും. ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ന് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മെഡിക്കൽ സയൻസ് പഠിക്കാൻ മധ്യേഷ്യയിലേക്ക്, റഷ്യയിലേക്ക് അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് പോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, മധ്യേഷ്യയിൽ നിന്ന്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠനത്തിനായി, ഉന്നത പഠനത്തിനായി എത്തിച്ചേരാവുന്ന ഒരു കേന്ദ്രമാക്കി, മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാവുന്ന ഒരു സ്ഥലമാണ് കേരളം. നാലാമതായി കേരളത്തിന്റെ ഏറ്റവും വലിയ സാധ്യതകളിലൊന്ന് നമുക്കറിയാം മെഡിക്കൽ രംഗമാണ്. ആയുർവേദം പോലുള്ള മെഡിക്കൽ ആ ചികിത്സകളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. മോഡേൺ മെഡിസിൻ കേരളത്തിൽ ഇന്ന് മെഡിക്കൽ രംഗത്ത് പ്രൈവറ്റ് മേഖലയിൽ വലിയ വളർച്ച ഉണ്ടാകുന്നുണ്ട്. മലയാളികൾ അവിടെ നോക്കുമ്പോൾ മെഡിക്കൽ രംഗം ഒരു വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, ചെലവേറിയ ഒരു മേഖലയാണ്, സാധാരണക്കാരന് പ്രാപ്യമല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ലോക നിലവാരത്തിൽ കൊച്ചിയിലെ പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 15% പേഷ്യൻസ് ഇന്ന് വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. അതിന്റെ അർത്ഥം ഈ 4 മേഖലകൾ, ടൂറിസം, IT, എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ സയൻസ്, ഈ 4 മേഖലകളിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ലോകത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി, ലോകത്തിന്റെ ഒരു സുപ്രധാനമായ ഒരു മേഖലയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം. അതിൽ ഏറ്റവും സുപ്രധാനമായ മേഖലകളിലൊന്നാണ് ടൂറിസം. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ, കേരളത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ ചാർട്ടേഡ് വിമാനങ്ങൾ നമ്മുടെ 2 അയൽ രാജ്യങ്ങളിലേക്ക് ദിനവും പറക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ മധ്യേഷ്യയിൽ നിന്ന് ഒക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കേരളത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് ശ്രീലങ്കയിൽ പോയി ലാൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിമാനങ്ങൾ പറന്ന് മാൽദീവ്സിൽ പോയി ലാൻഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് സാധ്യതകളെ പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്താൻ ഇപ്പോഴും കഴിയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാന കാര്യം നമ്മൾ ആദ്യം സംസാരിച്ചത് തന്നെയാണ്, സംരംഭകത്വം അവിടെ ആരംഭിക്കാൻ ഇപ്പോഴും മലയാളിക്ക് ധൈര്യം വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. പലവിധ കാരണങ്ങൾ കൊണ്ട്. സംരംഭകത്വം എന്നത് ഗൾഫിലിരുന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഗൾഫിലേതുപോലെ അല്ല കേരളം എന്നതുകൊണ്ട് കേരള സംരംഭക സൗഹൃദമല്ല എന്നൊരു ധാരണയിൽ നമ്മൾ എത്തുന്നുണ്ട്. അതല്ല അതിന്റെ കാരണം. കേരളത്തിൽ സംരംഭകത്വം ഏറ്റവും സാധ്യമായൊരു സ്ഥലമാണ്. 41 വർഷമായി കേരളത്തിൽ ഒരു സംരംഭകനാണ് ഞാൻ. 41 വർഷമായി ലേബർ ഇന്ത്യ എന്നൊരു വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം ലക്ഷക്കണക്കിന് കോപ്പികൾ പ്രിന്റ് ചെയ്യുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം, 300-ലേറെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രസിദ്ധീകരണ സ്ഥാപനം നടത്തുന്ന ഒരാളാണ് ഞാൻ. കൂടാതെ ഒരു ടെലിവിഷൻ ചാനൽ അവിടെ നടത്തുന്ന ഒരാളാണ് ഞാൻ. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ് എൻ്റെ കുടുംബം. കോളേജുകൾ മുതൽ, സ്കൂളുകൾ മുതൽ, ലേബർ ഇന്ത്യ ഗുരുകുലം പോലുള്ള സ്ഥാപനങ്ങൾ മുതൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. അപ്പൊ നമുക്കറിയാം, ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മളുടെ മനോഭാവം, ഞാൻ ഗൾഫിൽ നടത്തിയ ഒരു ബിസിനസ് കോപ്പി ചെയ്യുന്നു കേരളത്തിലേക്ക് എന്നാവരുത്, അല്ലെങ്കിൽ ഗൾഫിൽ ഞാൻ ജോലി ചെയ്ത സ്ഥാപനം എങ്ങനെയോ അങ്ങനെയാവും കേരളം എന്നുള്ളതല്ല. കേരളത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ബുദ്ധിപൂർവ്വം, യുക്തിപൂർവ്വവും തന്ത്രപൂർവ്വവും പ്രവർത്തിക്കാൻ കഴിവുള്ളവരൊക്കെ കേരളത്തിൽ വിജയിക്കുന്നുണ്ട്. നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ 2 വശങ്ങളിലും കാണുന്ന കെട്ടിടങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഓരോ സംരംഭങ്ങളാണ്. അത് സാധാരണ റെസ്റ്റോറന്റുകൾ മുതൽ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും വരെയുള്ള സ്ഥാപനങ്ങൾ. നിങ്ങൾ നോക്കൂ, മാതാ അമൃതാനന്ദമയ്ക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട്, എത്രയായിരം ആളുകൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന കേരളത്തിലെ സാഹചര്യങ്ങളിൽ തന്നെയല്ലേ അവർ പ്രവർത്തനം നടത്തുന്നത്.
ശ്രീ MA യൂസഫ് അലി കേരളത്തിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? പല ഗൾഫാർ ഗ്രൂപ്പ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ആസ്ട്ര മെഡിസിറ്റി, അതുപോലെ എത്ര സംരംഭങ്ങൾ മെഡിക്കൽ രംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ കോളേജുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചുകൾ, CMI എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വിഭാഗം എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാമായി ആയിരക്കണക്കിന് ആളുകളല്ലേ തൊഴിലെടുക്കുന്നത്. അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ എത്രയോ ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ മുതൽ 2 സ്റ്റാർ, സിംഗിൾ സ്റ്റാർ വരെയുള്ള ഹോട്ടലുകൾ എത്ര എണ്ണമാണ് കേരളത്തിലുള്ളത്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അവിടെ എല്ലാം തൊഴിലെടുക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ നോക്കൂ, ചെറിയ വർക്ക്ഷോപ്പുകൾ മുതൽ വലിയ ഓട്ടോമൊബൈൽ സ്ഥാപനങ്ങൾ വരെയുണ്ട്. അപ്പൊ നമ്മൾ രണ്ടു വശത്തേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ കേരളത്തിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും തൊഴിൽ കൊടുക്കുന്ന സ്വകാര്യ മേഖല തന്നെയാണ്. അവിടെയൊക്കെ എഫിഷ്യന്റായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ചില കഥകൾ കേൾക്കുന്നുണ്ട്. ചിലരെ നമ്മൾ പൂട്ടിച്ചു, ചിലർക്ക് തൊഴിൽ കുഴപ്പങ്ങൾ ഉണ്ടായി, ചിലർക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി. ഇതെല്ലാം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും ആ വാർത്തകൾ വരുന്നുണ്ടോ? കേരളത്തിലെ 10,000-കണക്കിന് സ്ഥാപനങ്ങളെല്ലാം ഈ പ്രശ്നം ഉണ്ടെന്നാണോ അതിന്റെ അർത്ഥം? ഇത് പ്രശ്നമുള്ളത് എവിടെയാണ്? നയചാതുരിയോടെ, തന്ത്രപരമായി, മെയ്വഴക്കത്തോടെ, തന്ത്രജ്ഞതയോടെ മാനേജ് ചെയ്യാൻ കഴിയാതെ വരുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഏത് നാട്ടിലാണെങ്കിലും ഉണ്ടാവുന്നുണ്ട്. പ്രതിഭാശാലികളായ മിടുക്കന്മാരായ ആളുകളെ നിങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും മിടുക്ക് ആവശ്യമായിട്ട് വരും. മിടുക്ക് കുറഞ്ഞ ആളുകളെ, ഇപ്പോ നമുക്കറിയാം, കേരളത്തിലെ 10 ആളുകളെ ജീവനക്കാരാക്കി വെച്ചുകൊണ്ട് ഒരു സംരംഭം ആരംഭിക്കുന്നതും 10 പശ്ചിമ ബംഗാളുകാരെ വെച്ചുകൊണ്ട് സംരംഭം ആരംഭിക്കുന്നതും ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ടിലും വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ വ്യത്യാസമുണ്ട്, എഫിഷ്യൻസിയിൽ വ്യത്യാസമുണ്ട്. ഈ എഫിഷ്യൻസിയിലുള്ള വ്യത്യാസം ജോലി ചെയ്യുമ്പോൾ അവരുടെ മനോഭാവത്തിലും വ്യത്യാസം ഉണ്ടാക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സംരംഭങ്ങൾ പ്രവർത്തിച്ചാൽ ഈ സംരംഭങ്ങളൊക്കെ വിജയകരമായി നടക്കുന്നുണ്ട്. എന്നതുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളോ അവരുടെ ധാർഷ്ട്യമോ നേരിടേണ്ടി വരുന്നില്ലെന്നല്ല ഇതിനർത്ഥം. പക്ഷേ അതിനെ അവർക്ക് എന്താണ് ആവശ്യം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, അവരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന തന്ത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംരംഭങ്ങളൊക്കെ വിജയകരമായി നടക്കുന്നുണ്ട്. ടാക്സി സർവീസ് മുതൽ എല്ലാവരും ഈ പ്രശ്നങ്ങൾ, ചിലരെ ലോക്കൽ കമ്മിറ്റിയുടെ പ്രശ്നമായിരിക്കാം, ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നായിരിക്കാം പ്രശ്നം, അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള രാഷ്ട്രീയ നേതാവിൽ നിന്നായിരിക്കാം പ്രശ്നം, ചിലർക്ക് ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രത്തിൽ നിന്നായിരിക്കാം പ്രശ്നം. സ്ഥാപനത്തിന്റെ വലുപ്പം അനുസരിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ. നമ്മൾ ഇത് മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ നമുക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും. ടൂറിസം മേഖല ഇതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭയപ്പെട്ട് മാറി നിൽക്കുന്നത് നമുക്ക് മാത്രം നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഭയപ്പെട്ട് മാറി നിൽക്കുകയല്ല, ധൈര്യപൂർവ്വം അതിലേക്ക് ഇറങ്ങുക. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിൽ മാറ്റം വരണമെങ്കിൽ സർക്കാരുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ക്രമസമാധാനം ഒരുക്കി തരികയും ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം നമ്മുടെ മലയാളി സമൂഹമാണ്, സംരംഭകരാണ്, സ്വകാര്യ മേഖലയിൽ നിന്നാണ്. കേരളം അതല്ലാതെ മുന്നോട്ട് പോകാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട്. ടൂറിസം മേഖലയിൽ എനിക്കറിയാം, ഞാൻ പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ് കേരള സ്റ്റേറ്റിന്റെ. ടൂറിസത്തിന്റെ ചുമതലയുള്ള പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. ടൂറിസത്തിൽ ഗവൺമെന്റിന്റെ സംരംഭങ്ങൾ നടത്തുന്ന KTDC ഉൾപ്പെടെ ഉള്ള പ്രവർത്തകരെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ടൂറിസം മേഖലയിലെ കോൺട്രിബ്യൂഷൻസിനെ കൃത്യമായി അപഗ്രഥിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ സ്വകാര്യ സംരംഭങ്ങളായ ഹോട്ടലുകളും റിസോർട്ടുകളും നടത്തുന്ന കോൺട്രിബ്യൂഷൻസിനെ ഞാൻ താരതമ്യം ചെയ്യുന്നതാണ്. ഒരു താരതമ്യത്തിന് പോലും സാധ്യതയില്ലാത്തതാണ് സ്വകാര്യ മേഖല നടത്തുന്ന കോൺട്രിബ്യൂഷൻസ്. നമുക്ക് ഇന്ന് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു 3 രാത്രി താമസിക്കണം, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥികളുമായി, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം ബുക്ക് ചെയ്യുക. നിങ്ങൾക്കറിയുന്ന ഒരു സ്വകാര്യ ബ്രാൻഡിന്റെ ഒരു ഹോട്ടൽ തന്നെയായിരിക്കും. കാരണം മറ്റ് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില ക്വാളിറ്റിയുടെ ഒരു ധൈര്യക്കുറവ് നിങ്ങൾക്ക് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതേ പ്രശ്നം വിദേശ ടൂറിസ്റ്റുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്വകാര്യ, ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്, സർക്കാർ ടൂറിസത്തിന്റെ ഫെസിലിറ്റി കൊടുക്കുന്ന ഏജൻസി അല്ല. അതിനുള്ള കളമൊരുക്കി കൊടുക്കുന്ന, സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനുള്ള അവസരമൊരുക്കി കൊടുക്കുന്ന, അതിനുള്ള നിയമങ്ങൾ നിശ്ചയിക്കുന്ന, ആ നിയമങ്ങൾ നടപ്പാകുമെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഏജൻസി മാത്രമാണ് സർക്കാർ. അതിനപ്പുറമുള്ള ആക്ടിവിറ്റീസ് സർക്കാർ ചെയ്യുന്നതെല്ലാം പരാജയമാകുന്നത് നമ്മൾ കാണാറുണ്ട്. അവിടെയൊക്കെ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. എവിടെയൊക്കെ സർക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇറങ്ങിയോ, സർക്കാരിന് വൈദഗ്ധ്യമില്ലാത്ത മേഖലകളിലേക്ക് ഇറങ്ങിയോ, ഇതൊന്നും വിജയത്തിൽ കലാശിക്കുന്നില്ല നമ്മൾ ഈ അടുത്ത കാലത്തെല്ലാം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ
ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാലത്ത് അത് നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം, കേരളം ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള ഒരു ഭൂപ്രദേശമാണ്. ടൂറിസ്റ്റുകളായി വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എവിടെ നിന്നൊക്കെ വരുന്നത് നമ്മൾ അന്വേഷിച്ചാൽ ഇവരിൽ ബഹുഭൂരിപക്ഷം വരുന്നതും ഇത്തരം ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിൽ നിന്നല്ല. ഒരു യൂറോപ്യൻ വെതറുള്ള 4 സീസണുകളുള്ള, അതിൽ വിന്ററും അതിൽ സ്പ്രിങ്ങും ഓട്ടമും സമ്മറും, അതിലെ വളരെ കുറഞ്ഞ കാലം സമ്മർ മാത്രം ആസ്വദിക്കാൻ അവസരം കിട്ടുന്ന നാടുകളാണ്. എന്നാൽ ഈ വിന്ററിന്റെ ഏറ്റവും തീവ്രമായ കാലം മുഴുവൻ ഏറ്റവും പ്ലസന്റായ കാലാവസ്ഥയുള്ള, ഏറ്റവും ഗംഭീരമായ ആഘോഷങ്ങളുള്ള, ഏറ്റവും ഗംഭീരമായ അനുഭവങ്ങൾ നൽകുന്ന ഒരു നാടാണ് കേരളം. ഈ സാധ്യതകൾ, ഈ കാലാവസ്ഥയുടെ സാധ്യതകളാണ് തായ്ലൻഡും ഇന്തോനേഷ്യയും മലേഷ്യയും ഫിലിപ്പീൻസും അല്ലെങ്കിൽ ബാലിദ്വീപും നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ശ്രീലങ്കയും വരെ പ്രയോജനപ്പെടുത്തുന്നത്. കേരളത്തിന്റെ സമാനമായ ഭൂപ്രകൃതി, ഏതാണ്ട് സമാനമായ കാലാവസ്ഥ, ഏതാണ്ട് അതിന് പറ്റുന്ന കടൽ തീരങ്ങളും അതിന് പറ്റുന്ന പ്രകൃതി വിഭവങ്ങളും എല്ലാമുള്ള നാടുകൾ. ഈ സാഹചര്യങ്ങളിൽ നമുക്കറിയാം, പടിഞ്ഞാറ് നിന്ന് യാത്ര ചെയ്യുമ്പോൾ ആദ്യം എത്തുന്ന നാട് കേരളം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെയും കിഴക്കോട്ട് ചെല്ലുമ്പോഴാണ് ഈ പറഞ്ഞ നാടുകളൊക്കെ ഉള്ളത്. പ്രകൃതിപരമായി ഭൂമിശാസ്ത്രപരമായി ഏറ്റവും സാധ്യതകളുള്ള കേരളത്തില് തീർച്ചയായും ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഇനിയും കാത്തിരിക്കുകയാണ്. ആ സാധ്യതകൾ ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്തണം എന്നതിന് തീർച്ചയായും ചില രൂപരേഖകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഇത്തരം കൂട്ടായ്മകളിലൂടെ, അതിന് ഇൻവെസ്റ്റേഴ്സ്, സംരംഭകരുടെ അല്ലെങ്കിൽ മുതൽ മുടക്കാൻ കഴിയുന്ന ആളുകളുടെ, ആശയങ്ങൾക്കൊപ്പം പണവും മുടക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടായ്മകൾ ഉണ്ടാവുകയും, അതിന് ചേംബർ ഓഫ് കൊമേഴ്സ് പോലെ ടൂറിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ചില കൂട്ടായ്മകളെ ഉണ്ടാക്കാനും കഴിഞ്ഞാൽ, ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന ഈ കേരള ഡയലോഗ്സ് പോലുള്ള ഒരു സംരംഭങ്ങൾ ഗൾഫിൽ പല രാജ്യങ്ങളിലുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ നമ്മുടെ മസ്കറ്റില് ഇത്തരത്തിൽ മലയാളികളുടെ വലിയൊരു കൂട്ടായ്മയിൽ സംസാരിച്ചപ്പോഴും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ വേൾഡ് മലയാളി ഫെഡറേഷൻ, വേൾഡ് മലയാളി കൗൺസിൽ, ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെയൊക്കെ പ്രവർത്തനം ഫലപ്രദമാകണമെങ്കിൽ, അതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവണമെങ്കിൽ, ഈ ആളുകളെ ഒരു കൂട്ടായ്മയിലൂടെ ധൈര്യപൂർവ്വം, രാഷ്ട്രീയക്കാരുടെ സംഘടനാ ബലത്തെക്കാൾ ശക്തിയുള്ള സംഘടനാ ബലമാണ് പ്രവാസികളുടെ സംഘടനാ ബലം എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. കാരണം കേരളത്തെ ഇന്ന് നിലനിർത്തുന്നത്, കേരളത്തിൽ മനുഷ്യർ, അവിടുത്തെ ജീവിക്കുന്ന ആളുകൾ ഓരോ ദിവസവും അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളുടെ എല്ലാം ഉറവിടം പ്രവാസികളുടെ പണമാണ് എന്ന് ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നിർണായക ശക്തിയായി ഇത് മാറും. ഒത്തുചേരലുകളും കലാമേളകളും കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമ്മേളനങ്ങളല്ല ഇത്തരം പ്രവാസി സമൂഹങ്ങൾ നടത്തേണ്ടത്. താരനിശകൾ മാത്രമല്ല പ്രവാസി സംഘടനകൾ സംഘടിപ്പിക്കേണ്ടത്. കേരളത്തിലെ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ശക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയും. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മുന്നോട്ട് വന്നാൽ, നമ്മളുടെ പ്രവാസികളുടെ ഒരംഗം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് തടസ്സം നിൽക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ, ആ രാഷ്ട്രീയക്കാരെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയായി പ്രവാസി സമൂഹം മാറിയാൽ, അവരോട് നേരിട്ട് നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ശക്തിയായി പ്രവാസി സമൂഹത്തിന്റെ സംഘടനകൾ മാറിയാൽ, തീർച്ചയായും കേരളം മാറ്റങ്ങൾക്ക് വിധേയമാകും. രാഷ്ട്രീയക്കാരങ്ങ് ശരിയാക്കി കൈത്തരും എന്ന പ്രതീക്ഷയോടെ ഇനിയും ദീർഘകാലം നമ്മൾ പോകേണ്ടതില്ല. കാരണം അവർക്ക് ആഗ്രഹമില്ലാത്തതല്ല. ഞാൻ ഈ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് വളരെ നല്ല അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. അപൂർവം ചിലരൊഴികെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയക്കാർക്കും അറിയുന്ന ഏക പരിപാടി പ്രസംഗമാണ്. അവർക്കറിയുന്ന ഏക കലയും വൈദഗ്ധ്യമുള്ള തൊഴിലും പ്രസംഗമാണ്. അതല്ലാതെ ഒരു ചെറിയ സംരംഭം, ഒരു പലചരക്ക് പീടിക പോലും അവരെ ഏൽപ്പിച്ചാൽ പൊട്ടിച്ച് 3 ദിവസം കൊണ്ട് കൈത്തരും. അവരെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തെ ഉടച്ചു വാർത്ത് ഒരു ആധുനിക സമൂഹമാക്കും? അവിടെ നമുക്കറിയാം, ലോകത്തെവിടെയും മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെല്ലാം സ്വകാര്യ സംരംഭകരാണ്. ഇന്ന് നമ്മൾ ലോകത്ത് അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് തന്നത് ഏതെങ്കിലും സർക്കാരുകളല്ല. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മുതൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ മുതൽ, നിങ്ങളുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന സർവ്വതും, ധരിക്കുന്ന വസ്ത്രം, കയ്യിലിരിക്കുന്ന പേന, ഈ മൈക്രോഫോൺ, ഇലക്ട്രിസിറ്റി, ഈ ഫെസിലിറ്റികളെല്ലാം കണ്ടെത്തിയതും കണ്ടുപിടിച്ചതും വളർത്തിയതും അതിനെ ബ്രാൻഡാക്കിയതും ലോകത്തിന്റെ വിപണിയിൽ എത്തിച്ചതും ഇന്ന് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുന്നത് ഒന്നും ഏതെങ്കിലും ഒരു നാട്ടിലെ സർക്കാരല്ല. അമേരിക്കൻ സർക്കാർ പോലും ആശ്രയിക്കുന്നത് നമുക്കറിയാം അമേരിക്കയിലെ സംരംഭകരെയാണ്. ഇലോൺ മസ്ക് മുതൽ, ജെഫ് ബസോസ് മുതൽ,
നിരവധിയായ ആമസോൺ, നമുക്കറിയാം, ചിന്തിക്കൂ. ആ സ്ഥാനത്തിരുന്നാണ് മലയാളി ചിന്തിക്കുന്നത്, എന്റെ സർക്കാർ ഇതെല്ലാം ശരിയാക്കി തരും, രാഷ്ട്രീയക്കാർ ഇതെല്ലാം ഉണ്ടാക്കി തരും. ആ ചിന്ത മാറണം. മലയാളി സമൂഹം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് പ്രവാസികളുടെ ശക്തിയിലൂടെ കേരളത്തെ മാറ്റിമറിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ചിന്ത തുടങ്ങണം. രാഷ്ട്രീയക്കാരേക്കാൾ, രാഷ്ട്രീയ ശക്തികളെക്കാൾ, രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ശക്തിയുള്ളതാണ് പ്രവാസികളുടെ കൂട്ടായ്മ എന്ന് തെളിയിക്കണം. അതിനൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ അതിൽ 150 ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും സാമുദായിക സംഘടനകളുമായി വേർപിരിയുന്ന ആ പ്രവൃത്തി ഒന്ന് അവസാനിപ്പിച്ച് നമുക്ക് കേരളത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ ഈ പ്രവാസി പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. ആ മാസ്റ്റർ പ്ലാനിൽ ഈ പ്രവാസികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ, അവരുടെ പരിമിതമായ ഇൻവെസ്റ്റ്മെന്റ് മാത്രം വന്നാൽ പോലും കേരളം അത്ഭുതങ്ങളുടെ നാടായി മാറും. ഇന്നും കേരളത്തിലെ പ്രധാന സംരംഭങ്ങളിൽ പലതും നമുക്കറിയാം പ്രവാസി സംരംഭകരുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടായതാണ്. അങ്ങനെ തന്നെയായിരിക്കും അടുത്ത കാലത്ത് കേരളം വളരാൻ പോകുന്നത്. മറ്റ് സ്റ്റേറ്റുകൾ വളർന്നെങ്കിൽ അവിടെയൊക്കെ സർക്കാർ സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമാണ്. നമ്മൾ കൂട്ടായ്മയോടുകൂടി സംരംഭത്തിന് ഇറങ്ങുകയും സർക്കാരിൽ നിന്ന് ഇന്ന ഫെസിലിറ്റികൾ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടാൻ കഴിയുന്ന ഒരു ശക്തിയായി മാറുകയും ചെയ്താൽ പ്രവാസികൾക്ക് കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇത് മാത്രമാണ്